വെൽക്കം ടു ജിയോ സയൻസ്. 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയ കാര്യം എല്ലാ കൂട്ടുകാരും അറിഞ്ഞു കാണുമല്ലോ. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് 2-ലെ ഒന്നാമത്തെ ജോഗ്രഫി ചാപ്റ്റർ ആയിട്ടുള്ള ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അഥവാ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഇന്ത്യയെ പ്രധാനമായിട്ടും 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി, ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് as ദി ഫോളോയിങ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ്. ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രകൃതി എന്നാണ്. അത് ഭൂമിയുടെ കിടപ്പാണ് ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഭൂമി ഏത് രീതിയിലാണ് കിടക്കുന്നത് അതിനെ നമുക്ക് ഭൂപ്രകൃതി എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെയാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ് എന്നിങ്ങനെയാണ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ അതാണ് കേരളത്തിന്റെ ടോപ്പോഗ്രഫി. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ദി നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, അത് മൗണ്ടെയിൻസ് ആണ്, പർവ്വതങ്ങളാണ്. പർവ്വതങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചരിവ് കൂടിയ, ഉയരം കൂടിയ ഭൂപ്രദേശങ്ങളാണ്, അല്ലേ? അതൊരു ലാൻഡ് ഫോം ആണ്. അപ്പോൾ ഒന്നാമത്തെ ഭൂപ്രകൃതി വിഭാഗമാണ് ദി നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അഥവാ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആണ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, അത് പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമതലങ്ങൾ എന്ന് പറയും നമ്മൾ. വളരെ പ്ലെയിൻ ആയിട്ട് നേരെ കിടക്കുന്ന പ്രദേശങ്ങളാണിത്. ഉത്തരേന്ത്യൻ സമതലം എന്നാണ് നമ്മൾ ഈ പ്രദേശത്തിനെ മലയാളത്തിൽ പറയുന്നത്. അപ്പൊ അത് വളരെ പ്ലെയിൻ ആയിട്ടായിരിക്കും. അതായത് ചരിവൊന്നും വളരെ കൂടിയ ചരിവൊന്നും ആയിരിക്കത്തില്ല. ഒരേപോലെ ഭൂമി കിടക്കുന്നതിനെയാണ് നമ്മൾ സമതലം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫിസിയോഗ്രാഫി ഡിവിഷൻ ഏതാണ്? ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇനി മൂന്നാമത്തെ ഫിസിയോഗ്രാഫി ഡിവിഷൻ ആണ് പെനിസുലാർ പ്ലേറ്റോ എന്ന് പറയുന്നു. അതിന്റെ മലയാളത്തിൽ നമ്മൾ അതിനെ ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പീഠഭൂമിയാണ്. പ്ലേറ്റോ എന്നാൽ പീഠഭൂമി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ പീഠഭൂമി ഏകദേശം ഒരു പീഠത്തിനെ കൂട്ടിരിക്കും. അതായത് നമ്മൾ ടേബിൾ ലാൻഡ് എന്നൊക്കെ പറയും. അതിന്റെ മുകൾ ഭാഗം വളരെ പരന്നായിരിക്കും ഇരിക്കുന്നത്. മുകൾ ഭാഗം ഏകദേശം പരന്നായിരിക്കും, പക്ഷെ സൈഡിലോട്ട് മൗണ്ടെയിൻസിനെ പോലെ ചെറിയ ചരിവും കാണും. അപ്പൊ അതാണ് പ്ലേറ്റോ അല്ലെങ്കിൽ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ മൂന്നാമത്തെ ഫിസിയോഗ്രാഫി ഡിവിഷൻ ആണ് ദി പെനിസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. ഇനി നാലാമത്തെ ഡിവിഷൻ ആണ് ദ ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി എന്ന് പറയുന്നത്. അത് ഡെസേർട്ട് ആണ്, മരുഭൂമി പ്രദേശമാണ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയധികം എന്താണ് ജലാംശം വളരെ കുറവുള്ള, അത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന മഴയാകാം, മഞ്ഞാകാം, ഏത് ഫോം ഓഫ് പ്രസിപ്പിറ്റേഷനും ആകാം. അത് വളരെ കുറവായിരിക്കും. മഴ കുറവായിരിക്കും അല്ലെങ്കിൽ മഞ്ഞ് കുറവായിരിക്കും. അതല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിന്റെ അളവ് പൊതുവെ വളരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് എന്ത്? മരുഭൂമി അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നാലാമത്തെ ഡിവിഷൻ ആണ് ദ ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ മരുഭൂമി. അഞ്ചാമത്തെ ഡിവിഷൻ ആണ് ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് അല്ലെങ്കിൽ തീരസമതലങ്ങളും ദ്വീപുകളും. തീരസമതലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരിൽ തന്നെ ഉണ്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആണ്, അല്ലെ? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരമാണ്. സമുദ്രത്തിനോട് അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് നിൽക്കുന്ന കരഭാഗത്തിനെയാണ് നമ്മൾ തീരം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള പ്രദേശങ്ങളാണ് എന്ത്? കോസ്റ്റൽ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ സമുദ്രത്തിനോട് ചേർന്നുള്ള സമതല പ്രദേശങ്ങളാണ് തീരസമതലം അഥവാ കോസ്റ്റൽ പ്ലെയിൻസ്. അത് കൂടാതെ അതിനൊപ്പം തന്നെ ആരെയും പറയുന്നുണ്ട്? ഐലൻഡ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരയാണ് ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷദ്വീപ് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബർ ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ കോസ്റ്റൽ പ്ലെയിൻസും ഐലൻഡും ഒരുമിച്ചാണ്, ഒരു ഫിസിയോഗ്രാഫി ഡിവിഷൻ ആയിട്ടാണ് പറയുന്നത്. അത് ഇന്ത്യയുടെ അഞ്ചാമത്തെ ഫിസിയോഗ്രാഫി ഡിവിഷൻ ആണ്. ഏത്? തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമുക്ക് എത്രയായി തരംതിരിക്കാം? 5 ആയിട്ട് തരംതിരിക്കാം. ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ,
the North Indian Plain, the Peninsular Plateau, the Indian Desert and the Coastal Plains and Islands. ഇതാണ് ഇന്ത്യയുടെ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയുടെ ഒരു ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഫിസിക്കൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോഗ്രാഫി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പുകളാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസും ഈ മാപ്പിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇന്ത്യയുടെ ഈ ഭൗതിക ഭൂപടം കൃത്യമായിട്ട് നോക്കാം. ഒന്നാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടെയിൻ ഇവിടെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിൽ ഈ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന് തുടങ്ങി നീളത്തിൽ ഇവിടെ അരുണാചൽ പ്രദേശ് വന്നിട്ട് നേരെ താഴെ മിസോറാം വഴി മേഘാലയ വരെ നീണ്ടു കിടക്കുന്ന ഇത്രയും ഈ ലൈറ്റ് ബ്രൗൺ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നോർത്തേൺ മൗണ്ടെയിൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്നതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിന് തൊട്ട് താഴെയായിട്ടാണ് പെനിസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം അത് നമുക്ക് കൃത്യമായിട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ ഷെയ്ഡ് ചെയ്ത ഈ ഒരു ഭാഗമാണ് ഇങ്ങനെ ഏകദേശം ഒരു ത്രികോണാകൃതിയിലായിട്ട് കിടക്കും. ഇത് നമ്മൾ വരച്ചെടുക്കുമ്പോൾ ഏകദേശം കണ്ടോ, ഈ ഒരു ഭാഗമാണ് പെനിസുലാർ പ്ലേറ്റോ അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ മുകളിലായിട്ട് നമുക്ക് ഒരു മരുഭൂമി വരുന്നുണ്ട്. അതാണ് ഥാർ ഡെസേർട്ട് എന്ന് പറയുന്നത്. ഥാർ ഡെസേർട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇന്ത്യൻ മരുഭൂമി, ഇന്ത്യൻ ഡെസേർട്ട് എന്ന് നമ്മൾ പറയും. ഇനി ലാസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആണ് കോസ്റ്റൽ പ്ലെയിൻ. അപ്പൊ കോസ്റ്റൽ പ്ലെയിൻ നമുക്ക് ഇവിടെ കാണാം. ഈ പെനിസുലാർ പ്ലേറ്റോയുടെയും അറബിക്കടലിന്റെയും ഇടയിലായിട്ട് ഈ ഗുജറാത്ത് ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി നേരെ താഴേക്ക് വന്ന് ഇപ്പുറത്തെ സൈഡിൽ കേരളം കഴിഞ്ഞു തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ പെനിസുലാർ പ്ലേറ്റോയുടെയും ബേ ഓഫ് ബംഗാളിന്റെയും ഇടയിലായിട്ടാണ് കോസ്റ്റൽ പ്ലെയിൻ വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് നേരെ മുകളിലേക്ക് ഏകദേശം ഒരു വെസ്റ്റ് ബംഗാൾ അവിടം വരെ നീണ്ടു കിടക്കുന്ന ഇത്രയും ഭാഗമാണ് കോസ്റ്റൽ പ്ലെയിൻ അല്ലെങ്കിൽ തീരസമതലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തീരസമതലം ഈ പെനിസുലാർ പ്ലേറ്റോയുടെയും അറബിക്കടലിന്റെയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിന്റെയും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ്. ഇതിനോടൊപ്പം തന്നെ ഈ കോസ്റ്റൽ പ്ലെയിനൊപ്പം തന്നെ വരുന്ന മറ്റൊരു ഭൂപ്രകൃതി വിഭാഗമാണ് ഐലൻഡ്സ് അഥവാ ദ്വീപുകൾ. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ലക്ഷദ്വീപ്. അത് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. വെസ്റ്റിൽ കാണപ്പെടുന്ന കോസ്റ്റൽ പ്ലെയിൻ ആണ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ, ഇന്ത്യയുടെ വെസ്റ്റില്. അപ്പൊ അതാണ് വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ. അതിനോട് ചേർന്ന് ലക്ഷദ്വീപ് ഉണ്ട്. ഈസ്റ്റിൽ കാണപ്പെടുന്ന ഈ ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ് ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ. അതിനോട് ചേർന്ന് ആരുണ്ട്? ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ നമുക്ക് ബേ ഓഫ് ബംഗാളിൽ കാണാനായിട്ട് സാധിക്കും, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഈ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷനും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏറ്റവും മുകളിൽ നോർത്തേൺ മൗണ്ടെയിൻസ്, അതിന് താഴെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്, പിന്നെ ഥാർ ഡെസേർട്ട്, പെനിസുലാർ പ്ലേറ്റോ, അതിന്റെ സൈഡിലായിട്ട് കടലിനും പെനിസുലാർ പ്ലേറ്റോയ്ക്കും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് കോസ്റ്റൽ പ്ലെയിൻ. അതുകൂടാതെ ഐലൻഡ്സും ലക്ഷദ്വീപും വരും, അതിൽ ആൻഡമാൻ നിക്കോബറും വരും. അപ്പൊ ഈ മാപ്പ് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ മാപ്പിന്റെ മുകൾ ഭാഗത്ത് പാമർ നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പർവ്വതക്കെട്ടാണത് ഈ ഒരു ഭാഗം, പാമർ നോട്ട്. ഈ പാമർ നോട്ടിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയം ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അപ്പൊ പാമർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന ഒരു പർവ്വതക്കെട്ടാണ്. കാരണം അതിൽ നിന്ന് കുറെ അധികം പർവ്വതനിരകൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഹിമാലയം. പാമർ നോട്ടിൽ നിന്ന് നേരെ താഴേക്കാണ് ഹിമാലയം അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻസ് പോകുന്നത്. ഇതിന്റെ പാമർ നോട്ടിൽ നിന്നും ഒരു സൈഡിലേക്ക് അതായത് കിഴക്കോട്ട് പോകുന്നത് കുൻലുൻ എന്ന് പറയുന്ന പർവ്വത നിരയാണ്. നോർത്തിലേക്ക് അതായത് മുകളിലേക്ക്, മാപ്പിന്റെ മുകളിലേക്ക് പോകുന്നത് ടിയാൻഷാൻ ആണ്. ഇനി പടിഞ്ഞാറേക്ക് പോകുന്നത് ഹിന്ദുക്കുഷ് എന്ന് പറയുന്ന പർവ്വതനിരയാണ്. അപ്പൊ ഈ പാമർ നോട്ടിൽ നിന്ന് ഒരുപാട് പർവ്വതനിരകൾ ഉണ്ടാവുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഹിമാലയം ഉണ്ടാവുന്നതും ഒറിജിനേറ്റ് ചെയ്യുന്നതും
പാമിർ പർവ്വതക്കെട്ടിൽ നിന്നാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം, ഇവിടെ 2 നദികൾ പോകുന്നുണ്ട്. അതായത് ഒരു സൈഡില് ഈ ഈ ഈ ഭാഗത്ത് കൂടി ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദി പോയി അറബിക്കടലിൽ പതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കൂടി ബ്രഹ്മപുത്ര നദി വന്നിട്ട് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നുണ്ട്. അപ്പൊ 2 സൈഡിലും 2 നദികളുണ്ട്. ഈ 2 നദികളുടെ ഇടയ്ക്കായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ നമ്മൾ ഹിമാലയം എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത് ഈ 2 നദികൾക്കും ഇടയിലാണ്. ഒരു സൈഡിൽ സിന്ധു നദി, മറ്റേ സൈഡിലായിട്ട് ആര് വരും? ബ്രഹ്മപുത്ര നദി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലായിട്ടാണ് നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫിസിക്കൽ മാപ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതും ഇന്ത്യയുടെ ഭൗതിക ഭൂപടം തന്നെയാണ്. മലയാളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച മാപ്പിലെ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും മുകളിൽ ഉത്തരപർവ്വത മേഖല, അതിന് താഴെ ഉത്തരേന്ത്യൻ സമതലം, അതിന് താഴെ ഉപദ്വീപീയ പീഠഭൂമി, സൈഡിലായിട്ട് ഥാർ മരുഭൂമി അല്ലെങ്കിൽ ഇന്ത്യൻ ഡെസേർട്ട്, പിന്നെ 2 സൈഡിലുമായിട്ട് തീരസമതലവും അതിനോട് ചേർന്ന് ഐലൻഡ്സും അല്ലെങ്കിൽ ദ്വീപുകളും. ഇത്രയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ വരുന്നത്. നമ്മൾ ഇന്ത്യയുടെ 5 ഫിസിയോഗ്രാഫിക് ഡിവിഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആയിട്ടുള്ള നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ കുറിച്ചാണ്. അതായത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കൂ. അപ്പൊ നമുക്ക് നോക്കാം. The northern mountain ranges that form the north and the northeastern boundary of the Indian subcontinent include several mountain ranges that originate from the Pamir Note, known as the roof of the world, and it extends up to Purvachal in the east. അതായത് നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചുകൾ, അതായത് ഈ ഉത്തരപർവ്വത മേഖലയിൽ ഒരുപാട് പർവ്വത നിരകളുണ്ടല്ലോ. ഈ ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതനിരകൾ ഫോം ദി നോർത്ത് ആൻഡ് ദി നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ആണ് ആര്? നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയിൻ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഈ ഉത്തരപർവ്വത മേഖല ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയുടെ അതിർത്തിയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ അറിയാം. ഇന്ത്യയുടെ വടക്ക്, അതുപോലെ തന്നെ ഈ വടക്ക് കിഴക്ക്, ഇത്രയും ഭാഗം ആണ് ആര് വരുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന ഭൂവിഭാഗം വരുന്നത്. അപ്പോ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഫോം ദി നോർത്ത് ആൻഡ് ദി നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ഓഫ് ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ആൻഡ് അത് മാത്രമല്ല, ഇതിൽ ഒരുപാട് സെവറൽ മൗണ്ടൻ റേഞ്ചസ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഇൻക്ലൂഡ്സ് സെവറൽ മൗണ്ടൻ റേഞ്ചസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പാമിർ നോട്ട്. അത് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരപർവ്വത മേഖലയിലെ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിലെ ഒരുപാട് പർവ്വത നിരകൾ, മൗണ്ടെയിൻ റേഞ്ചസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒറിജിനേറ്റ് ഫ്രം ദി പാമിർ നോട്ട്. പാമിർ നോട്ടിൽ നിന്നാണ്. അത് ഞാൻ നേരത്തെ ആ മാപ്പ് കാണിച്ചപ്പോൾ അതിൽ വരച്ചു കാണിച്ചതാണ് അല്ലെ. പാമിർ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ ഏറ്റവും മുകളിലായിട്ട് വരും. മാപ്പിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഈ ഒരു ഭാഗത്തായിട്ടാണ് പാമിർ നോട്ട് വരുന്നത്. ഈ പാമിർ നോട്ടിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? ആ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. അപ്പോ പാമിർ നോട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ പാമിർ നോട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ പാമിർ നോട്ടിനെ അറിയപ്പെടുന്ന പേരാണ് ദി റൂഫ് ഓഫ് ദി വേൾഡ്. സോ പാമിർ നോട്ട് ഈസ് നോൺ ആസ് ദി റൂഫ് ഓഫ് ദി വേൾഡ്. അതായത് ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് പാമിർ പർവ്വതക്കെട്ടുകളെ വിളിക്കുന്നത്. മാത്രവുമല്ല, ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എവിടെ വരെ നീണ്ടു കിടക്കുന്നുണ്ട്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു പൂർവാചൽ ഇൻ ദ ഈസ്റ്റ്. അതായത് വടക്ക് കിഴക്ക് വരുന്ന ഹിമാലയൻ ഭാഗത്തിനെയാണ് നമ്മൾ പൂർവാചൽ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് ഏത്? പൂർവാചൽ. ഈ ഒരു ഭാഗമാണ് പൂർവാചൽ. ഈ പൂർവാചൽ വരെ ആര് നീണ്ടു കിടക്കുന്നുണ്ട്? ഉത്തരപർവ്വത മേഖല നീണ്ടു കിടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി ആണ്. മാത്രവുമല്ല, അത്
അതിൽ ഒരുപാട് മൗണ്ടെയിൻ റേഞ്ചുകളുണ്ട്. ഇതെല്ലാം ഉത്ഭവിക്കുന്നത് പാമർ നോട്ടിൽ നിന്നാണ്. പാമർ നോട്ടിനെ അറിയപ്പെടുന്നത് റൂഫ് ഓഫ് ദി വേൾഡ് അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽക്കൂര എന്നാണ്. ഇത് എവിടം വരെ നീണ്ടു കിടക്കുന്നു? നീണ്ട് കിഴക്ക് പൂർവാചൽ വരെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ നീണ്ടു കിടക്കുന്നുണ്ട്. ഇനി ഈ പാമിർ പർവ്വതക്കെട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ നിന്ന് ഒരുപാട് പർവ്വതനിരകൾ ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ ഒന്ന് മാത്രമാണ് ഹിമാലയം, അല്ലേ? അതിൽ ഞാൻ നേരത്തെ ആ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദി ഗിവൺ മാപ്പ്, അതായത് നേരത്തെ കാണിച്ച മാപ്പ് ഒബ്സർവ് ചെയ്തിട്ട് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദി നോർത്തേൺ മൗണ്ടെയിൻസ്. നോർത്തേൺ മൗണ്ടെയിൻസിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. അതോടൊപ്പം തന്നെ ഐഡന്റിഫൈ അതർ മൗണ്ടെയിൻ റേഞ്ചസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പാമർ നോട്ട്. പാമർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റു പർവ്വതനിരകളെയും അടയാളപ്പെടുത്താനാണ് അല്ലെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഹിമാലയമാണ്, അല്ലെങ്കിൽ ഒന്ന് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ആണ് നമ്മുടെ പാമർ നോട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. അതുകൂടാതെ ആരൊക്കെയുണ്ട്? കുൻലുൻ ഉണ്ട്, അതുപോലെ തന്നെ ടിയാൻ ഷാൻ എന്ന് പറയുന്ന ഒരു പർവ്വതനിര വരുന്നുണ്ട്. അവിടെ നിന്ന് ടിയാൻ ഷാൻ എന്ന് പറയുന്ന ഒരു പർവ്വതനിര വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ആരും കൂടെ ഉണ്ട്, വേറൊരു പർവ്വതനിര കൂടി ഉണ്ട്, അതാണ് ഹിന്ദുക്കുഷ്. എന്ന് പറയുന്ന മറ്റൊരു പർവ്വതനിര കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 4 പർവ്വതനിരകളാണ് പാമർ നോട്ടിൽ നിന്നും ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. The relatively young and lofty northern mountain ranges have been formed by the folding of rock layers. ഇവിടെ ഉത്തരപർവ്വത മേഖല എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഫോം ചെയ്തത് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ്? ഈ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ചുകളാണ്. യങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായം കുറഞ്ഞ പർവ്വതനിരകളാണ്. മാത്രമല്ല അത് ലോഫ്റ്റി ആണ്. ലോഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരം കൂടിയതുമാണ്. അപ്പോൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേ ആർ റിലേറ്റീവ്ലി യങ് ആൻഡ് ലോഫ്റ്റി മൗണ്ടെയിൻ റേഞ്ചസ്. കാരണം ഇപ്പോഴും ഉത്തരപർവ്വത മേഖല ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും ഓറോജനി എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഹിമാലയത്തിന്റെ ഉയരം കൂടി വരുന്നത്. എപ്പോഴും ഉയരം കൂടുകയാണെങ്കിൽ ആ പർവ്വതനിരകൾക്ക് പ്രായം വളരെ കുറവായിരിക്കും. കാരണം അത് വളരെ റീസെന്റ് ആയിട്ട് അടുത്ത കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നെയാണ്. പക്ഷെ എന്നാൽ പോലും അത് പ്രായക്കുറവായിരിക്കും. അത് അടുത്ത കാലങ്ങളിൽ ഫോം ചെയ്തിട്ടുള്ളതായിരിക്കും ആ പർവ്വതനിരകൾ. അതേസമയം പ്രായ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഉയരം കുറവായിരിക്കും. കാരണം പർവ്വതം പ്രായം കൂടുന്തോറും അതിന്റെ മുകൾ ഭാഗത്തെ പാറകളെല്ലാം വെതറിങ്ങി വന്ന് ക്ഷയിച്ച് പൊടിഞ്ഞ് ഇളകിപ്പോകും. അപ്പൊ അതിന്റെ ഉയരം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കുറയും, ഉയരം കുറയും. മുകളിലത്തെ പാറകളെല്ലാം ക്ഷയിച്ച് പൊടിഞ്ഞ് അതിന്റെ ഉയരം സ്വാഭാവികമായിട്ടും തന്നെ കുറഞ്ഞു വരും. അപ്പോ ഉയരം കുറയുന്നെങ്കിൽ അതിനർത്ഥം അതിനെന്താണ്? പ്രായം കൂടുതലാണ്. ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എങ്ങനെയാണ്? ആ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ റിലേറ്റീവ്ലി യങ് ആണ്, പ്രായക്കുറവാണ്. മാത്രവുമല്ല അതെന്താണ്? ലോഫ്റ്റി ആണ്, ഉയരം കൂടിയ പർവ്വതനിരകളാണ്. അതെങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത്? ദേ ഹാവ് ബീൻ ഫോംഡ് ബൈ ദ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. അപ്പോൾ ഫോൾഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. എന്നാലും ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഫോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകൾ ഇങ്ങനെ മടങ്ങുന്നതിനെ, ഇങ്ങനെ വളയുന്നതിനെയാണ് നമ്മൾ ഫോൾഡിങ് എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡിൽ നിന്ന് പാറകൾക്ക് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന് കംപ്രഷൻ വരുന്നു, അതുപോലെ മറ്റൊരു സൈഡിൽ നിന്നും കംപ്രഷൻ വരുന്നു. രണ്ട് സൈഡിൽ നിന്ന് കംപ്രഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ശിലാപാളികൾ അല്ലെങ്കിൽ റോക്ക് ലെയേഴ്സ് മടങ്ങിപ്പോവും. അതിന്റെ ആ ഒരു സമ്മർദ്ദം, ആ ഒരു കംപ്രഷൻ കാരണം മടങ്ങിപ്പോവും. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ ഫോൾഡിങ് അല്ലെങ്കിൽ മലയാളത്തിൽ വലനം എന്ന് പറയുന്നത്. പാറകൾ മടങ്ങുന്നതിനെയാണ് വലനം എന്ന് പറയുന്നത്. അപ്പൊ ഈ വലനം സംഭവിച്ചാണ് ആരുണ്ടായിട്ടുള്ളത്? നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ദേ ഹാവ് ബീൻ ഫോംഡ് ബൈ ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. ആ പ്രോസസ്സിന്റെ പേര് ഓർത്തു വെക്കുക, ഫോൾഡിങ് എന്നാണ് ആ പ്രോസസ്സിന്റെ പേര്. ഓക്കെ, ഫോൾഡിങ്. ഇനി പറഞ്ഞിരിക്കുന്നത്
The northern mountain extends from river Indus in the west to river Brahmaputra in the east for nearly 2,400 kilometer and has a width ranging from 150 to 400 kilometer. അതായത് നോർത്തേൺ മൗണ്ടൈൻ റീജിയൻസ് എന്തിൻ്റെയൊക്കെ ഏതൊക്കെ റിവേഴ്സിന്റെ ഇടയിലായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻസ് എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ്, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് റിവർ ഇൻഡസ് ആണ്. അത് ഞാൻ ആ മാപ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് അല്ലെ. പടിഞ്ഞാറ് ഭാഗത്ത് ഏത് നദിയാണ് വരുന്നത്? ഇൻഡസ് റിവർ ആണ്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദിയായിരിക്കും ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതേസമയം അതിന്റെ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റില് വരുന്നത് ആരാണ്? കിഴക്ക് ഭാഗത്ത് ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോൾ നമ്മുടെ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡസിനും ഈസ്റ്റ് ബ്രഹ്മപുത്രയ്ക്കും ഇടയ്ക്കായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 2400 ആണ്. 2400 കിലോമീറ്ററിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. അത് മാത്രമല്ല ഇതിന്റെ വീതി വിഡ്ത് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ 150 വരുന്നുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ അതിൽ കൂടുതലും വരുന്നുണ്ട്. അങ്ങനെ കൂടി മാക്സിമം 400 കിലോമീറ്റർ വരെ ചിലടത്ത് വീതി വരുന്നുണ്ട്. അപ്പോ ഇറ്റ് ഹാസ് എ വിഡ്ത് റേഞ്ചിങ് ഫ്രം 150 to 400 കിലോമീറ്റർ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ നോർത്തേൺ മൗണ്ടൈൻ എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ വെസ്റ്റ്, പടിഞ്ഞാറ് വെസ്റ്റിനും, ടു റിവർ ബ്രഹ്മപുത്ര ഇൻ ദ ഈസ്റ്റ്, കിഴക്ക് ബ്രഹ്മപുത്രയ്ക്കും ഇടയിലായിട്ട് എത്ര കിലോമീറ്റർ? ഫോർ നിയർലി 2400 കിലോമീറ്റർ, 2400 കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന്റെ വീതി ഇറ്റ് ഹാസ് എ വിഡ്ത് റേഞ്ചിങ് ഫ്രം 150 to 400 കിലോമീറ്റർ. വിഡ്ത് 150 മുതൽ 400 വരെ അത്രയും ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ വിഡ്ത് വരുന്നത്. ഇനി ഈ റീജിയണിന് വളരെ പെക്യുലിയർ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് കാണപ്പെടുന്നത്. അതായത് വളരെ സവിശേഷമായ ഒരു ഭൂപ്രകൃതിയാണ് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശമാണിത്. ദ റീജിയൺ ഹാസ് എ പെക്യുലിയർ ലാൻഡ്സ്കേപ്പ് വിത്ത് സെവറൽ ഹൈ പീക്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ് ആൻഡ് വാലീസ്. അതായത് വളരെ സവിശേഷമായ ഒരു ഭൂപ്രദേശമാണ് ഇത്. നമ്മൾ സിനിമയിലൊക്കെ ഹിമാലയം, ആ ഒരു ഭാഗം ഹിമാലയം ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്താണ് വളരെ പെക്യുലർ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെ എന്തൊക്കെ കാണാൻ പറ്റും? സെവറൽ ഹൈ പീക്സ്, ഉയരം കൂടിയ കൊടുമുടികൾ കാണാം. ഗ്ലേഷ്യസ് അഥവാ ഹിമാനികൾ, ഇത് മഞ്ഞ് കട്ടിപിടിച്ചിരിക്കുന്ന ഐസ് പാളികളെ ആ ഒരു കട്ടിയായിട്ട് ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലേഷ്യർ വളരെ പതുക്കെ എന്ത് ചെയ്യും? സ്ലോ ആയിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഹൈ പീക്സ് ഉണ്ട്, ഇത് കൂടാതെ വാലീസ് അല്ലെങ്കിൽ താഴ്വരകളും എവിടെ കാണപ്പെടുന്നുണ്ട്? ഈ നോർത്തേൺ മൗണ്ടൈൻ റീജിയണിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോ ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3. അതായത് ഉത്തരപർവ്വത മേഖലയെ, നോർത്തേൺ മൗണ്ടൈൻ റീജിയണിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും. അതിലൊന്നാണ് ട്രാൻസ് ഹിമാലയ, 2 ദി ഹിമാലയാസ്, 3 ഈസ്റ്റേൺ ഹിൽസ്. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെയാണ് ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോർത്തേൺ മൗണ്ടൈൻ റീജിയണിനെ 3 ആയിട്ട് തരംതിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോ പറഞ്ഞത് നോർത്തേൺ മൗണ്ടൈനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാമെന്നാണ് അതിന്റെ ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ. ഏതൊക്കെയാണ് 3 ഡിവിഷൻ? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. ഇനി ഇവിടെ സൈഡിലായിട്ട് ഫോൾഡ് മൗണ്ടൈൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഫോൾഡ് മൗണ്ടൈൻസ് എന്ന് നമുക്ക് നോക്കാം. ഫോൾഡ് മൗണ്ടൈൻസ് എന്ന് പറയുന്നത് they are formed due to the compression of sedimentary rock strata of the earth's crust. അതായത് ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടക്കുപർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കറിയാം പലതരം റോക്ക് ലെയേഴ്സ് ഉണ്ട് അല്ലേ. ഇഗ്നേസ് റോക്ക് ഉണ്ട്, സെഡിമെന്ററി ഉണ്ട്, മെറ്റമോർഫിക് ഉണ്ട്. അതിൽ സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ ഉണ്ടല്ലോ, എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റയ്ക്ക് 2 സൈഡിൽ നിന്നുള്ള കംപ്രഷൻ കാരണം അത് എന്ത് ചെയ്യുന്നു? അത് ഇങ്ങനെ വളയുന്നു, ഫോൾഡ് ആവുന്നു. ഇപ്പൊ അങ്ങനെ ആ ഫോൾഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോൾഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഫോൾഡ് ചെയ്തുണ്ടാവുന്ന മൗണ്ടൈൻസ് ആണ് ഫോൾഡ് മൗണ്ടൈൻസ്. അപ്പോൾ ഫോൾഡ് മൗണ്ടൈൻസ് ആർ ഫോംഡ് ഡ്യൂ ടു ദി കംപ്രഷൻ ഓഫ് സെഡിമെന്ററി റോക്ക് സ്ട്രാറ്റ ഓഫ് എർത്ത് ക്രസ്റ്റ്. ഭൂമിയിലെ ഭൂവൽക്കത്തിലെ ക്രസ്റ്റിലെ സെഡിമെന്ററി
റോക്ക് ലേയേഴ്സിന് ഉണ്ടാവുന്ന കംപ്രഷൻ കാരണം ആരുണ്ടാവുന്നു? ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാവുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫോൾഡിങ്. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോൾഡിങ് എന്നുള്ളത്. അതാണ് ഈ ഫോൾഡിങ് ആണ് ഇവിടെ ഞാൻ വരച്ചു കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കിങ്ങനെ ശിലകൾ അല്ലെങ്കിൽ പാറകൾ ഇങ്ങനെ മടങ്ങുന്ന ഈ ഒരു പ്രോസസ്സാണ് ഫോൾഡിങ്. The Himalayas and the Alps were formed through this process. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഹിമാലയവും ആൽപ്സും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫോൾഡ് മൗണ്ടെയിൻ ഉദാഹരണമാണ് ആരൊക്കെ? ആൽപ്സും ഹിമാലയവും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഫോൾഡ് കാണാൻ പറ്റും. കണ്ടോ? ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഓരോരോ ലേയേഴ്സ് ആയിട്ട് മടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഫോൾഡിങ് അല്ലെങ്കിൽ മലയാളത്തിൽ വലനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസിൽ കംപ്ലീറ്റ് ആയിട്ട് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങളാണെന്ന് പഠിച്ചു. അപ്പോൾ എന്താണ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ജനറലി മൗണ്ടെയിൻസ് ആർ ദി ലാൻഡ് ഫോംസ് വിത്ത് ആൻ ആവറേജ് എലിവേഷൻ എബോവ് 900 meters ഫ്രം ദി സീ ലെവൽ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൗണ്ടെയിൻസ് ആർ ലാൻഡ് ഫോംസ്, അത് ഭൂരൂപങ്ങളാണ്. നമുക്കറിയാം ഭൂമിയിൽ പലതരം ലാൻഡ് ഫോംസ് ഉണ്ട്. പ്ലേറ്റോ ഒരു ലാൻഡ് ഫോം ആണ്. അതുപോലെ വെള്ളച്ചാട്ടം, വാട്ടർഫാൾ ഒരു ലാൻഡ് ഫോം ആണ്. അതുപോലെ മൗണ്ടെയിൻസും എന്താണ്? ഒരു ലാൻഡ് ഫോം ആണ്, ഒരു ഭൂരൂപമാണ്. പക്ഷെ അതിന്റെ ഉയരം എത്ര മീറ്ററിന് മുകളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മൗണ്ടെയിൻസ് ആർ ലാൻഡ് ഫോംസ് വിത്ത് ആൻ ആവറേജ് എലിവേഷൻ എബോവ് 900 meters ഫ്രം ദ സീ ലെവൽ. സീ ലെവലിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ മാത്രമേ നമ്മൾ എന്തെന്ന് വിളിക്കൂ? മൗണ്ടെയിൻസ് എന്ന് വിളിക്കൂ. 900 മീറ്ററിന് താഴെയാണെങ്കിൽ അതിനെ നമ്മൾ പർവ്വതങ്ങൾ എന്ന് വിളിക്കില്ല. നമ്മളെപ്പോഴും ഉയരം പറയുന്നത് സീ ലെവൽ അല്ലെങ്കിൽ സമുദ്രനിരപ്പിനെ വെച്ചിട്ടായിരിക്കും. സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം എത്ര മീറ്റർ വരണം? ഏകദേശം 900 മീറ്ററിന് മുകളിൽ ഉയരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? അതിനെ മൗണ്ടെയിൻ എന്ന് പറയാൻ പറ്റൂ. 900 മീറ്ററിന് മുകളിലാണെങ്കിൽ നമുക്കത് മൗണ്ടെയിൻ ആയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ മൗണ്ടെയിൻ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ഫൈൻഡ് ദ മേജർ മൗണ്ടെയിൻ റേഞ്ചസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻക്ലൂഡ് ദം ഇൻ മൈ ഓൺ അറ്റ്ലസ്. ഇന്ത്യയിൽ ഒരുപാട് പർവ്വതനിരകൾ ഉണ്ടല്ലോ. ഹിമാലയ മാത്രമല്ല, ആരവല്ലി ഉണ്ട്, വിന്ധ്യ, സത്പുര, അങ്ങനെ ഒരുപാട് പർവ്വതനിരകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ടോപ്പോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻസിനെ അല്ലെങ്കിൽ ഹിമാലയത്തിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. അപ്പൊ അതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട മൗണ്ടെയിൻ റേഞ്ചുകൾ അല്ലെങ്കിൽ പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് പർവ്വതനിരകൾ ചേർന്നാണ് നമ്മുടെ കംപ്ലീറ്റ് ഹിമാലയം അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ ഡിവിഷൻസിലും വരുന്ന മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിച്ചത് ട്രാൻസ് ഹിമാലയമാണ്. ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ആ മുകളിലായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന ഹിമാലയത്തിന്റെ അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയന്റെ ഡിവിഷനാണ്. ഇത് ഏകദേശം ഇത്രയും ഭാഗം വരും. ഇതാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിൽ പ്രധാനമായിട്ടും 3 പർവ്വതനിരകളാണ് വരുന്നത്. ഏറ്റവും മുകളിൽ നമുക്ക് കാരക്കോറം റേഞ്ച് എന്നൊരു റേഞ്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോ കാരക്കോറത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലഡാക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു റേഞ്ച് ഉണ്ട്. കാരക്കോറം, അതിന് താഴെ ലഡാക്ക്, ലഡാക്കിന് താഴെയായിട്ട് സസ്കാർ എന്ന് പറഞ്ഞ് മറ്റൊരു റേഞ്ച് കാണപ്പെടുന്നുണ്ട്. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഈ 3 റേഞ്ചുകൾ ചേർന്നാണ് ട്രാൻസ് ഹിമാലയ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന മൗണ്ടെയിൻ റേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയണം? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ആദ്യത്തെ 3 വരകൾ കണ്ടില്ലേ? അത് മൗണ്ടെയിൻ റേഞ്ചുകളാണ്, നീളത്തിൽ കിടക്കുന്ന പർവ്വത നിരകളാണ്. അപ്പൊ ആദ്യത്തെ കാരക്കോറം, അതിന് തൊട്ട് താഴെ ലഡാക്ക്, അതിന് തൊട്ട് താഴെ സസ്കർ. ഇനി രണ്ടാമത് വരുന്നത് നമുക്കറിയാം, രണ്ടാമത്തെ ഡിവിഷൻ നമുക്കറിയാം, അത് ഹിമാലയമാണ് അല്ലെ? ഹിമാലയ എന്ന് പറയുന്ന ഡിവിഷനാണ്. അപ്പൊ രണ്ടാമത്തെ ഡിവിഷൻ ഈ ഒരു ഭാഗം തൊട്ട് നീളത്തിൽ 3 പർവ്വതനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയും ഭാഗം, ഇത്രയും ഭാഗത്ത് നീളത്തിൽ 3 പർവ്വതനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ നീളത്തിൽ കാണപ്പെടുന്ന ഈ പർവ്വതനിരകൾ
ശ്രദ്ധിച്ചാൽ അറിയാം അത് പാരലായിട്ടാണ്, ഏകദേശം അത് സമാന്തരമായിട്ടാണ് ഈ 3 പർവ്വതനിരകളും കടന്നു പോകുന്നത്. ഇവിടുന്ന് തുടങ്ങി നീളത്തിൽ പാരലായിട്ട് 3 ഈ ഒരു ഭാഗം വരെ അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്നുണ്ട്. കണ്ടോ? ഈ ഒരു ജമ്മു ആൻഡ് കാശ്മീരിന്റെ തന്നെ ആ ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി നീളത്തിൽ അരുണാചൽ പ്രദേശ് വരെ നീളത്തിൽ പാരലായിട്ട് കിടക്കുന്ന ഇതാണ് ഹിമാലയ എന്ന് പറയുന്ന ആ ഒരു ഡിവിഷൻ. അപ്പൊ അതിൽ 3 റേഞ്ച് ഉണ്ട്. ഏറ്റവും മുകളിൽ വരുന്നതാണ് ഹിമാദ്രി, അതിന് താഴെ ഹിമാചൽ, ഏറ്റവും താഴെ ഷിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് ആണ് ഏറ്റവും താഴെ സൗത്തിലായിട്ട് വരുന്നത്, ഹിമാദ്രി ആണ് ഏറ്റവും നോർത്തിലായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്രാൻസ് ഹിമാലയ പറഞ്ഞു. ഹിമാലയത്തിൽ വരുന്ന മൗണ്ടൻ റേഞ്ചുകളാണ് ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്. ഇനി ഈ കിഴക്ക് ഭാഗത്ത് വരുന്ന കുറച്ച് മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കിഴക്ക് ഭാഗത്ത് വരുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈസ്റ്റേൺ ഹിൽസ് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഭാഗം വരും. ഈ കിഴക്ക് വരുന്ന ഇത്രയും ഭാഗം, അരുണാചൽ പ്രദേശിൽ നിന്ന് നേരെ താഴോട്ട് വരുന്ന ഭാഗം, ഇത്രയും ഭാഗത്തെ മൗണ്ടൻ റേഞ്ചുകളാണ് നമ്മൾ പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. അപ്പോ അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മുകളില് പട്കായി ബം എന്ന് പറയുന്ന ഒരു പർവ്വതനിരയുണ്ട്. പട്കായി ബും എന്ന് നമുക്ക് പറയാം, പട്കായി ബും. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് നാഗ ഹിൽസ് എന്ന് പറയുന്ന പർവ്വതനിരകള്. നാഗ കുന്നുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിന്റെ തൊട്ട് താഴെ മീസോ കുന്നുകൾ അല്ലെങ്കിൽ മീസോ ഹിൽസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏറ്റവും മുകളിൽ പട്കായി ബും, അതിന്റെ താഴെ നാഗ ഹിൽസ്, അതിന്റെ താഴെ മീസോ ഹിൽസ്. ഇനി ഈ സൈഡിലായിട്ട് നമുക്ക് മേഘാലയയുടെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കുന്നുകളുണ്ട്. ജയന്തിയ, ഖാസി, ഗാരോ. ഓക്കെ, അപ്പൊ ജയന്തിയ, ഖാസി, ഗാരോ ഇത്രയും ചേരുന്നതാണ് ഏത് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. പട്കായി ബും, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ജയന്തിയ, ഖാസി, ഗാരോ ഇത്രയും ചേരുന്നതാണ് ഈസ്റ്റേൺ ഹിൽസ്. അപ്പോ 3 ഭാഗത്തിലെയും മൗണ്ടൻ റേഞ്ചുകൾ ഏതൊക്കെയാണ്, പർവ്വതനിരകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയണം. ട്രാൻസ് ഹിമാലയത്തില് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അത് കഴിഞ്ഞ് വരുന്ന ഹിമാലയ എന്ന് പറയുന്ന പാർട്ടില് ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്. പിന്നെ ഈസ്റ്റേൺ ഹിൽസിൽ പട്കായി ബും, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ജയന്തിയ, ഖാസി, ഗാരോ. അപ്പൊ ഇത്രയുമാണ് ഇതിൽ വരുന്ന പർവ്വത നിരകൾ. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗിവൺ മാപ്പ്. അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നതെല്ലാം ഉൾപ്പെടുത്തി ഫില്ല് ചെയ്യണം. അപ്പോൾ 3 ഡിവിഷൻസ് നമുക്കറിയാം, ട്രാൻസ് ഹിമാലയ, ഈസ്റ്റേൺ ഹിൽസ്. അതിൽ ട്രാൻസ് ഹിമാലയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. The northernmost division of the Trans Himalaya is also known as the Tibetan Himalaya. അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഏറ്റവും വടക്ക് വരുന്ന ഭാഗത്തിനെ, അതിന്റെ നോർത്തേൺമോസ്റ്റ് ഡിവിഷൻ, അതായത് ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടിബറ്റൻ ഹിമാലയ എന്നുള്ളത്. സോ ദ നോർത്തേൺമോസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ട്രാൻസ് ഹിമാലയ is also known as ടിബറ്റൻ ഹിമാലയ. ട്രാൻസ് ഹിമാലയത്തിന്റെ നോർത്തേൺമോസ്റ്റ് ഡിവിഷനെ, ഏറ്റവും വടക്കായി കാണപ്പെടുന്ന ഭാഗത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ടിബറ്റൻ ഹിമാലയ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ഉയരം, ട്രാൻസ് ഹിമാലയത്തിന്റെ ഏകദേശം ആവറേജ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരമാണ്. അപ്പൊ ഇതിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 meters ആണ്. സോ ഹാവിങ് an average elevation of 3000 meters, ശരാശരി ഉയരം 3000 meter ആണ് വരുന്നത് ട്രാൻസ് ഹിമാലയത്തിന്. The Trans Himalaya has an approximate width of 40 kilometer. ഇതിന്റെ അപ്രോക്സിമേറ്റ് ഏകദേശ വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. ഇതിന്റെ നീളം 965 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ having an average elevation of 3000 meters, the Trans Himalayas has an approximate width of 40 kilometer and a length of 965 kilometer. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഈ വീതിയും ഉയരവും നീളവും എല്ലാം നമ്മൾ കാണാതെ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കണം, അല്ലെങ്കിൽ നമുക്കത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. ഇതിലെ കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമിർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിൽ ആദ്യം വരുന്നതാണ് കാരക്കോറം, അല്ലേ? ഈ കാരക്കോറം റേഞ്ച്
കാരക്കോറം റേഞ്ച് കണക്ട്സ് ഹിമാലയാസ് വിത്ത് ദി പാമർ നോട്ട്. ഹിമാലയത്തിനെ പാമർ നോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? കാരക്കോറം റേഞ്ച് ആണ്. നമുക്കറിയാം കാരക്കോറം ഇങ്ങനെയാണ് കിടക്കുന്നത് ഏറ്റവും മുകളിൽ, ഇവിടെ പാമർ നോട്ട്. അപ്പൊ ഈ പാമർ നോട്ടിനെ ഹിമാലയമായിട്ട് കണക്ട് ചെയ്യുന്ന ആരാണ്? ഈ കാരക്കോറം റേഞ്ച് ആണ്. ട്രാൻസ് ഹിമാലയത്തിന്റെ ടോട്ടൽ നീളം എത്രയാണ്? ആകെ നീളം എടുത്തു കഴിഞ്ഞാൽ അത് 965 കിലോമീറ്റർ ആണ്. വീതി 40 കിലോമീറ്റർ ആണ്. എലിവേഷൻ, ഉയരം, ആവറേജ് എലിവേഷൻ 3000 മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയ. നോർത്തേൺ മൗണ്ടൈൻ റീജിയണിൽ വരുന്ന 3 ഡിവിഷനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ഒന്നാമത്തെ ഡിവിഷൻ ട്രാൻസ് ഹിമാലയ, അത് കഴിഞ്ഞ് ദി ഹിമാലയ, അതിനുശേഷം ദി ഈസ്റ്റേൺ ഹിൽസ്. അപ്പൊ ഇതിൽ ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള ദി ഹിമാലയ എന്നുള്ള ഡിവിഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ മാപ്പിൽ നിന്ന് അറിയാം, ട്രാൻസ് ഹിമാലയത്തിന് തൊട്ട് താഴെയായിട്ട് നീളത്തിൽ കിഴക്കോട്ട് കിടക്കുന്ന 3 മൗണ്ടൈൻ റേഞ്ചുകൾ, പാരലൽ ആയിട്ടുള്ള സമാന്തരമായിട്ടുള്ള 3 മൗണ്ടൈൻ റേഞ്ചുകളെ ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതിന്റെ മൂന്നിന്റെയും പേര് നമുക്കറിയാം അല്ലെ? ഏറ്റവും മുകളിലായിട്ട് വരുന്നത് ഹിമാദ്രി, അതിന് താഴെയായിട്ട് വരുന്നത് ഹിമാചൽ, അതിന് താഴെയായിട്ടാണ് ഷിവാലിക്. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്, don't you see 3 parallel ranges that extend to the south of the Trans Himalayas towards the east? അതായത് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ? അതിന്റെ പേരെന്തൊക്കെയാണ്? ദീസ് പാരലൽ മൗണ്ടൈൻ റേഞ്ചസ് ആർ ദി ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ദി ഷിവാലിക്. ഏറ്റവും മുകളിൽ ഹിമാദ്രി, അതിന്റെ താഴെയായിട്ട് ഹിമാചൽ, ഏറ്റവും താഴെയായിട്ട് തെക്കായിട്ട് വരുന്നതാണ് ഏത്? ഷിവാലിക്. അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്. ഈ 3 മൗണ്ടൈൻ റേഞ്ചുകളെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹിമാലയ. നോക്കിയേ, ദീസ് 3 റേഞ്ചസ് ടുഗദർ ഫോം ദി ഹിമാലയാസ്. ഇവ 3ഉം ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേതാണ് ദി ഷിവാലിക് റേഞ്ച്. ഷിവാലിക് റേഞ്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് ഏറ്റവും താഴെ വരുന്ന മൗണ്ടൈൻ റേഞ്ച് ആണ് എന്ന് നമുക്ക് ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? ദ ഷിവാലിക് റേഞ്ച് വിച്ച് ഇസ് ദ സദേൺ മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ്. അതായത് ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായിട്ടുള്ളതാണ് ആര്? ഷിവാലിക് റേഞ്ച് എന്ന് പറയുന്നത്. മാത്രവുമല്ല, ആൻഡ് ഇറ്റ് ഫോംസ് ദി ബോർഡേഴ്സ് ഓഫ് ദി ഗംഗ പ്ലെയിൻസ്. ഇത് ഗംഗ പ്ലെയിനുമായിട്ട് ബോർഡർ ചെയ്യുന്ന റേഞ്ച് ആണ് ഏത്? ഷിവാലിക്. ഈ ഷിവാലിക്കിന് തൊട്ട് താഴെയായിട്ട് അടുത്ത ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലെയിൻ ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ തന്നെ വരുന്ന ഒരു ചെറിയ പ്ലെയിൻ ആണ് ഗംഗ പ്ലെയിൻ. ആ ഗംഗ പ്ലെയിനുമായിട്ടാണ് ആര് ബോർഡർ ചെയ്യുന്നത്? ആര് അതിർത്തി പങ്കിടുന്നത്? ഷിവാലിക്. അപ്പൊ ഷിവാലിക് ഗംഗ സമതലത്തിന് അതിരായിട്ടാണ് നിലകൊള്ളുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം ആൻ ആവറേജ് ഓഫ് 60 to 150 കിലോമീറ്റർ. ഇതിന്റെ വീതി എന്ന് പറയുന്നത് 60 കിലോമീറ്റർ മുതൽ 150 കിലോമീറ്റർ വരെ വരുന്നുണ്ട്. അതായത് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി വരുന്നത്. ചില സ്ഥലങ്ങളിൽ 60 ആകാം, ചിലയിടത്ത് 70 ആകാം. അങ്ങനെ മാക്സിമം 150 കിലോമീറ്റർ വരെ വീതി വരാം. അതുപോലെ തന്നെ as it is the outermost part, this range is also known as the outer Himalayas. ഇത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഇതൊരു ആർക്ക് പോലെ കിടക്കുമല്ല, അതിൽ ഏറ്റവും ഔട്ടർ ആയിട്ട് പുറമേ വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പുറത്ത് ഔട്ടർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഔട്ടർ ഹിമാലയം. ഓക്കെ, അപ്പൊ ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. അപ്പൊ ഷിവാലികിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? അടുത്തത് വരുന്നത് ഹിമാചൽ ആണ്. അപ്പൊ ഹിമാചലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹിമാചൽ എന്ന് പറയുന്നത് ഷിവാലിക്കിന്റെ തൊട്ട് നോർത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ്. അപ്പൊ ടു ദി നോർത്ത് ഓഫ് ദി ഷിവാലിക്കിന്റെ നോർത്തിലായിട്ട് ആരാണ്? ഈസ് ദ ഹിമാചൽ മൗണ്ടൈൻ റേഞ്ച്. ഹിമാചൽ മൗണ്ടൈൻ റേഞ്ച് ആണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ with an average elevation ranging from 3500 to 4500 meters above the mean sea level. അതായത് ഷിവാലിക്കിന് തൊട്ട് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ മൗണ്ടൈൻ റേഞ്ചിന്റെ ആവറേജ് എലിവേഷൻ, ശരാശരി ഉയരം എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റർ ആണ് എബവ് ദി മീൻ സീ ലെവൽ. അതായത് മീൻ സീ ലെവൽ എന്ന് പറയുമ്പോൾ
നമ്മൾ സമുദ്രനിരപ്പ് എന്ന് പറയും. സമുദ്രനിരപ്പിൽ നിന്ന് എത്രാണ്? ഏകദേശം 3500 മുതൽ 4500 മീറ്റർ വരെ ഉയരമാണ് ആർക്ക് വരുന്നത്? ഹിമാചലിന് വരുന്നത്. ഓക്കെ. This range is also known as the Lesser Himalayas and has a width ranging from 60 to 80 kilometer. ഈ ഹിമാചലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഹിമാചൽ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ലെസർ ഹിമാലയാസ് ആൻഡ് ഹാസ് എ വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റർ. അപ്പോൾ ഹിമാചലിന്റെ വിഡ്ത്ത് 60 മുതൽ 80 കിലോമീറ്റർ വരെ വരുന്നുണ്ട്. അതേസമയം ഷിവാലിക്കിൻ്റെതോ, ഷിവാലിക്കിൻ്റെത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വരുന്നത്. ഷിവാലിക്കിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? ഷിവാലിക്കിനെ നമ്മൾ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നു. അതേസമയം ഹിമാചലിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? ഹിമാചലിനെ നമ്മൾ ലെസർ ഹിമാലയാസ് എന്ന പേരിൽ വിളിക്കുന്നു. ഇനി ഏറ്റവും മുകളിൽ വരുന്ന ആളാണ് ഹിമാദ്രി. ഹിമാദ്രിയെ കുറിച്ച് നോക്കാം. ഹിമാദ്രി വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ദി ഗ്രേറ്റർ ഹിമാലയാസ്. ഹിമാദ്രിയെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയാസ്. കാരണം ഏറ്റവും ഉയരം കൂടിയ ഈ 3 റേഞ്ചുകളിലും ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രേറ്റർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. മാത്രവുമല്ല അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഗ്രേറ്റർ ഹിമാലയാസ് ഓർ ദി ഇന്നർ ഹിമാലയാസ്. അതിനെ ഇന്നർ ഹിമാലയ എന്നും വിളിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ശിവാലിക് ഔട്ടർ മോസ്റ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ ശിവാലിക്കിനെ ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നെന്ന്. അതുപോലെ തന്നെ ഹിമാദ്രി ഇന്നർ മോസ്റ്റ് ലെയർ ആയതുകൊണ്ട് തന്നെ ഹിമാദ്രിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇന്നർ ഹിമാലയ എന്നും വിളിക്കുന്നു. അപ്പൊ ഹിമാദ്രിക്ക് 2 പേരുണ്ട്, ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ. But the Himadri, which is also known as the Greater Himalayas or the Inner Himalayas, is the mountain range that lies at an average elevation of about 6,100 meters above the mean sea level. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ ഉയരത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രി സ്ഥിതി ചെയ്യുന്നത്. ഹിമാദ്രി ഏതൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും. ഓക്കെ. ഇനി ഇതിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. The width of the range is nearly 25 kilometer. ഇതിന്റെ വിഡ്ത്ത് 25 കിലോമീറ്റർ ആണ്. ഈ ഹിമാദ്രി എന്ന് പറയുന്നത് these are snow clad mountains. അതായത് മിക്കപ്പോഴും മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ആര്? ഹിമാദ്രി. കാരണം ഒരുപാട് ഉയരമാകുമ്പോഴത്തേക്ക് അവിടെ വർഷം മുഴുവനും ഇത് മഞ്ഞു മൂടിയാണ് കിടക്കുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് ഹയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. ഈ ഒരു റേഞ്ചിലാണ് ലോകത്തിലെ ഒട്ടുമിക്ക ഉയരം കൂടിയ കൊടുമുടികളും കാണപ്പെടുന്നത്. അപ്പോ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. ഈ ഹിമാദ്രിയിലാണ് നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കാണപ്പെടുന്നത്. കാരണം ഇതിന് ഭയങ്കര ഉയരമാണ്. ഓക്കെ. ഇനി നമ്മളപ്പോ 3 മൗണ്ടൈൻ റേഞ്ചിനെ കുറിച്ച് പഠിച്ചു. ഏറ്റവും മുകളിൽ ഹിമാദ്രി, അതിന് താഴെ ഹിമാചൽ, അതിന് താഴെ ഷിവാലിക്. ഹിമാദ്രി അറിയപ്പെടുന്ന പേര് ഇന്നർ ഹിമാലയ ഓർ ഗ്രേറ്റർ ഹിമാലയ. ഹിമാചലിനെ അറിയപ്പെടുന്ന പേര് ലെസർ ഹിമാലയ. ഷിവാലിക്കിനെ അറിയപ്പെടുന്ന പേര് ഔട്ടർ ഹിമാലയ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒറിജിൻ ഓഫ് ഹിമാലയാസ് ആണ്. ഹിമാലയം എങ്ങനെ ഉത്ഭവിച്ചു അല്ലെങ്കിൽ ഹിമാലയം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒറിജിൻ ഓഫ് ദി ഹിമാലയാസ് എന്ന ടോപ്പിക്ക് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഡു യു നോ ദാറ്റ് ദ ഹിമാലയാസ് which is one of the lofty mountains of the world is still growing? What may be the reason? അതായത് ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഹിമാലയം ഇപ്പോഴും സ്റ്റിൽ ഗ്രോ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനു മുന്നേ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എർത്തിന്റെ പല ലെയേഴ്സ്, 3 ലെയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, കോറ് അല്ലെങ്കിൽ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ് എന്നിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഭൂവൽക്കവും ഉപരിമാൻഡിലിനെയും കൂടെ ചേർത്താണ് നമ്മൾ ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്, അല്ലേ? അതായത് നമ്മള് ഏറ്റവും മുകളിൽ ക്രസ്റ്റ് ഉണ്ട്. ഈ ക്രസ്റ്റിന്റെ താഴെ വരുന്ന അപ്പർ മാൻഡിലിനെയും അപ്പർ മാൻഡിലിനെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്ത്? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയറിന് താഴെയുള്ളതാണ് അസ്തനോസ്ഫിയർ. അപ്പൊ ഇവിടെ ലിത്തോസ്ഫിയർ ആണ്, ഇവിടെ അതിന്റെ താഴെ അസ്തനോസ്ഫിയർ ആണ്. ഇത് ഇത്രയും നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലം എന്ന് മലയാളത്തിൽ പറയും.
അസ്തനോസ്ഫിയറിന് അസ്തനോസ്ഫിയർ എന്ന് തന്നെയാണ് മലയാളം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഇൻക്ലൂഡ്സ് ദി ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ മാൻഡിൽ. അതായത് ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൽ ശിലാമണ്ഡലം എന്ന് പറയുന്നത്, ശിലാമണ്ഡലത്തിൽ ആരൊക്കെ ചേർന്ന് വരുന്നുണ്ട്? ക്രസ്റ്റും അപ്പർ മാൻഡിലും. അത് ഞാനിപ്പോ ഇവിടെ വരച്ചു കാണിച്ചിട്ടുണ്ട്. ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്നാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗം, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് ഇരിക്കുന്നത്. ഈ ലിത്തോസ്ഫിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലിത്തോസ്ഫിയർ കൺസിസ്റ്റ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയിങ് സൈസസ്. അതായത് ലിത്തോസ്ഫിയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയിങ് സൈസസ്. അതായത് പല വലിപ്പത്തിലുള്ള വലുതും ചെറുതുമായ ചില ഫ്രാഗ്മെന്റ്സ് ചേർന്നാണ് ലിത്തോസ്ഫിയർ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഇത്രയും ലിത്തോസ്ഫിയർ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ അടുത്ത ഒരു ഫ്രാഗ്മെന്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഒരു ഫ്രാഗ്മെന്റ്. ഇങ്ങനെ പല ഫ്രാഗ്മെന്റ് കഷ്ണങ്ങളായിട്ടാണ് ആരിയ്ക്കുന്നത്? ലിത്തോസ്ഫിയർ ഇരിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുമിച്ചല്ല ഇരിക്കുന്നത്. ഇതിന്റെ താഴെ സ്തെനോസ്ഫിയർ ആണെന്ന് നമുക്കറിയാം. അപ്പോ ഇങ്ങനെയുള്ള ഈ ഫ്രാഗ്മെന്റ്സിനെ, ഈ കഷ്ണങ്ങളെ വിളിക്കുന്ന പേരാണ് ശരിക്കും ടെക്ടോണിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിത്തോസ്ഫിയർ നിർമ്മിച്ചിരിക്കുന്ന ഫ്രാഗ്മെന്റ്സിനെ വിളിക്കുന്ന പേരാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ്. ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഇതൊരു ഫലകമാണ്, ഇത് വേറൊരു ഫലകമാണ്, ഇത് മറ്റൊരു ഫലകമാണ്. ഓക്കെ. അപ്പൊ ഇതിന് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോർഷൻസ് ഓഫ് സച്ച് ലിത്തോസ്ഫിയറിക് പാർട്സ് ഈച്ച് വിത്ത് thousands of kilometers of width and nearly 100 kilometer thickness are known as the lithospheric plates. അതായത് ലിത്തോസ്ഫിയറിന്റെ ഈ പോർഷൻസ്, ഇത് ലിത്തോസ്ഫിയറിന്റെ പോർഷൻസ് ആണ്, ഭാഗങ്ങളാണ് അല്ലേ? അപ്പോ പോർഷൻസ് ഓഫ് സച്ച് ലിത്തോസ്ഫിയറിക് പാർട്സ്, അതിന്റെ വിഡ്ത്ത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് വിത്ത് thousands of kilometers of width, അതായത് ആയിരക്കണക്കിന് കിലോമീറ്റർ വീതിയും, ആൻഡ് നിയർലി 100 kilometer thickness, 100 കിലോമീറ്ററോളം കനവും തിക്നെസ്സുമാണ് ഈ ഒരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന് ഏകദേശം കാണുന്നത്. ഓക്കെ. ആൻഡ് ദീസ് പ്ലേറ്റ്സ് മേ കവർ ദി കോണ്ടിനെന്റൽ പോർഷൻ, ഓഷ്യാനിക് ബോട്ടം ഓർ ബോത്ത്. അതായത് ഈ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്ലേറ്റിൽ ഒന്നെങ്കിൽ എന്തായിരിക്കും? കോണ്ടിനെന്റിന്റെ ഭാഗമായിരിക്കും, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഷന്റെ ബോട്ടം ആയിരിക്കും. അതായത് വൻകര ആയിരിക്കും, അല്ലെങ്കിൽ കടൽത്തറ. ഓഷൻ ബോട്ടം എന്ന് പറഞ്ഞാൽ കടൽത്തറയാണ്, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതായിരിക്കും. അതായത് പകുതി കടൽത്തറയും പകുതി കോണ്ടിനെന്റും കൂടി ചേർന്നതായിരിക്കും ഒരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ആ ചിത്രത്തില് ഭൂമിയിലെ ലിത്തോസ്ഫിയറിനെ പല പല കഷ്ണങ്ങളായിട്ട്, പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കിടക്കുകയാണ്. അതായത് പല ടെക്ടോണിക് പ്ലേറ്റ്സ്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആണ് കാണിക്കുന്നത്. ഈ യെല്ലോ കളറിലുള്ളത് ഒരു പ്ലേറ്റ് ആണ്, അതിനിപ്പുറം ഗ്രീനിൽ വരുന്നത് ഒരു പ്ലേറ്റ് ആണ്, അതിന്റെ താഴെ റെഡ് കളറിൽ വരുന്നത് മറ്റൊരു പ്ലേറ്റ് ആണ്. ഇതെല്ലാം ഓരോ പ്ലേറ്റ്സ് ആണ്. ഈ പ്ലേറ്റ്സുകൾ തമ്മിൽ ചലിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് പറയാം. അപ്പൊ ആ ചലനം മൂലമാണ് ശരിക്കും ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് മൂലമാണ്, പ്ലേറ്റ്സിന്റെ ചലനം മൂലമാണ് ഹിമാലയാസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരു കാര്യം ഓർക്കുക, പ്ലേറ്റ്സ് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ്, ഇങ്ങനെ പാർട്ടായിട്ടാണ് കിടക്കുന്നത്. മാത്രവുമല്ല അതിന്റെ അടിയിൽ ആരുണ്ട്? ഇതിന്റെ അടിയിൽ അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോ ഹിമാലയാസ് ഇപ്പോഴും സ്റ്റിൽ ഗ്രോ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ദിസ് ഈസ് ഡ്യൂ ടു പ്ലേറ്റ് ടെക്ടോണിക്സ്. അതായത് ഭൗമശിലാപാളികളുടെ ചലനം കാരണമാണ് ഹിമാലയം ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ ദി ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്ടോണിക് പ്ലേറ്റ്സ് എന്താണെന്നുള്ളത്. അതായത് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ആണ്. അതായത് ക്രസ്റ്റിന്റെ ഭാഗങ്ങളല്ലേ, ക്രസ്റ്റും അപ്പർ മാന്റിലും ചേർന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ആണ്, ക്രസ്റ്റിന്റെ ബ്ലോക്കുകളാണ്. ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ട്, ഓരോ ഭാഗമായിട്ട്, ബ്ലോക്കുകളായിട്ട്, ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ടെക്ടോണിക് പ്ലേറ്റ്സ് കാണപ്പെടുന്നത്. സോ ദീസ് ആർ ക്രസ്റ്റൽ റോക്ക് ബ്ലോക്സ് ഓഫ് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യാനിക് പാർട്സ്. ഇതിൽ കോണ്ടിനെന്റൽ പാർട്സ് ആയിരിക്കാം ഒന്നെങ്കിൽ, അതായത് ഒരു ടെക്ടോണിക് പ്ലേറ്റ് എടുത്താൽ അതിൽ ഒന്നെങ്കിൽ കോണ്ടിനെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഷൻ ബോട്ടം ആയിരിക്കാം, അതും അല്ലെങ്കിൽ രണ്ടുമാകാം. അപ്പോൾ ഇത്തരത്തിൽ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ടെക്ടോണിക് പ്ലേറ്റ്സും ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സും രണ്ടും ഒന്ന് തന്നെയാണ്.
ഇപ്പൊ ടെക്ടോൺസ് ഈ പ്ലേറ്റ്സിന്റെ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിന്റെ താഴെ എന്താണ് കാണപ്പെടുന്നത്? അസ്തനോസ്ഫിയർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? അസ്തനോസ്ഫിയർ ഇസ് ദ സോൺ ബിനീത്ത് ദ ലിത്തോസ്ഫിയർ where the rock are where the rocks are molten and are in a semi plastic state due to the high temperature. അതായത് അസ്തനോസ്ഫിയർ എന്നത് ലിത്തോസ്ഫിയറിന്റെ താഴെയുള്ള സോൺ ആണ്. ലിത്തോസ്ഫിയറിന് താഴെ സ്ഥിതി ചെയ്യുന്ന സോൺ ആണ് അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയറിൽ എങ്ങനെയാണ് പാറകൾ? വേർ റോക്സ് ആർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്, റോക്സ് ഉരുകിയ അവസ്ഥയിലാണ്. ചൂട് കാരണം, ഹൈ ടെമ്പറേച്ചർ കാരണം റോക്സ് എന്താണ് അസ്തനോസ്ഫിയറിൽ ഉരുകിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. വേർ റോക്സ് ആർ മോൾട്ടൺ ആൻഡ് ആർ ഇൻ എ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. റോക്സ് മോൾട്ടൺ ആണ്, അതുപോലെ തന്നെ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്, അതായത് ഒരു അർദ്ധ ദ്രവാവസ്ഥയിലാണ് ഇവിടെ റോക്സ് ഇരിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഡ്യൂ ടു ഹൈ ടെമ്പറേച്ചർ. ഇപ്പൊ ലിത്തോസ്ഫിയറിൽ കംപ്ലീറ്റ് റോക്സ് ആണ്, ലിത്തോസ്ഫിയറിന് താഴെ വരുന്നത് അസ്തനോസ്ഫിയർ ആണ്. അവിടെ റോക്സ് ഉരുകി മോൾട്ടൺ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ് റോക്സ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഈ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഇരിക്കുന്ന, ഇവിടെ നമുക്ക് നോക്കാം, ഇതിപ്പം ലിത്തോസ്ഫിയർ ആണെന്ന് വെച്ചോ. ലിത്തോസ്ഫിയർ പ്ലേറ്റ് ആണ്, 2 പ്ലേറ്റ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിന്റെ താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്, ഇതിന്റെ താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പൊ അസ്തനോസ്ഫിയർ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ് അല്ലെ? ഈ അസ്തനോസ്ഫിയറിന് മുകളിൽ കൂടി വളരെ സ്ലോ ആയിട്ട് ആര് മൂവ് ചെയ്യും? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ മൂവ് ചെയ്യും. അപ്പൊ ദ ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ് വെരി സ്ലോലി അബവ് ദി അസ്തനോസ്ഫിയർ. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ത് ചെയ്യുന്നു? ദേ മൂവ് വെരി സ്ലോലി അബവ് ദി അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിൽ ഈ ഓരോ ശിലാമണ്ഡല ഫലകങ്ങളും പരസ്പരം മൂവ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. ആ മൂവ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി ഇവിടെ പറയുന്നുണ്ട്, എർത്ത് പ്രോസസ്സസ് ലൈക്ക് ഓറോജനിക് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബിൽഡിംഗ് ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറീസ്. അതായത് ഭൗമ പ്രവർത്തനങ്ങൾ. എങ്ങനെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ? ലൈക്ക് ഓറോജനിക് അല്ലെങ്കിൽ മൗണ്ടെയിൻ ബിൽഡിംഗ്, അതായത് പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ. ഓറോജനിക് എന്ന് പറഞ്ഞാൽ പർവ്വതം ഉണ്ടാവുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഓറോജനിക് എന്ന് പറയുന്നത്. അപ്പൊ ഓറോജനിക് പോലെയുള്ള എർത്ത് പ്രോസസ്സുകൾ എവിടെ ആക്റ്റീവ് ആണ്? ആർ ആക്റ്റീവ് അലോങ് ദി പ്ലേറ്റ് ബൗണ്ടറീസ്. പ്ലേറ്റ് ബൗണ്ടറികളിലാണ് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സുകൾ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് ഇത് നമ്മൾ പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അതായത് 2 പ്ലേറ്റുകൾ ചേരുന്ന ഭാഗമാണ് പ്ലേറ്റ് ബൗണ്ടറി. ഇവിടെ നമുക്കത് വരച്ച് കാണിക്കാം. ഇവിടെ ഇപ്പൊ ഇതൊരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്. ഈ 2 പ്ലേറ്റുകൾ ചേരുന്നതായി ഈ ഒരു ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്ലേറ്റ് ബൗണ്ടറി. ഈ യെല്ലോ കളറിൽ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പൊ പ്ലേറ്റ് ബൗണ്ടറീസ് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഫലക അതിരുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഈ ഒരു ഭാഗത്തിനെ. അപ്പൊ ഫലക അതിരുകൾ അല്ലെങ്കിൽ പ്ലേറ്റ് ബൗണ്ടറീസ് 3 തരമാണുള്ളത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്. ഏതൊക്കെയാണത്? കൺവേർജന്റ് ബൗണ്ടറീസ്, ഡൈവേർജന്റ് ബൗണ്ടറീസ് ആൻഡ് ട്രാൻസ്ഫോം ഓർ ഷിയർ ബൗണ്ടറീസ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഓക്കെ, ട്രാൻസ്ഫോം ബൗണ്ടറിക്ക് വേറൊരു പേര് കൂടിയുണ്ട്, ഷിയർ ബൗണ്ടറി എന്നാണ്. ഓരോ ബൗണ്ടറീസും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം കൺവേർജന്റ് ബൗണ്ടറി നോക്കാം. കൺവേർജന്റ് ബൗണ്ടറിയിൽ പറയുന്നത് ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. അതായത് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ അല്ലെങ്കിൽ ബൗണ്ടറികളെ നമ്മൾ ഏത് പേരിൽ വിളിക്കും? കൺവേർജന്റ് ബൗണ്ടറി. ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. പരസ്പരം ഫലകങ്ങൾ അടുത്തേക്ക് വരുന്ന ബൗണ്ടറികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് ബൗണ്ടറി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പിക്ചർ അവർ തന്നിട്ടുണ്ട് കൺവേർജന്റ് ബൗണ്ടറിയുടെ. ഇവിടെ 2 പ്ലേറ്റുകൾ കാണിക്കുന്നുണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പ്ലേറ്റുകൾ. അതിന്റെ താഴെ അസ്തനോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്ലേറ്റുകൾ എന്താണ് ചെയ്യുന്നത്? പരസ്പരം അടുത്തേക്ക് വരികയാണ് അല്ലെ? ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഇങ്ങോട്ടേക്ക് വരുന്നു, ഈ പ്ലേറ്റ് ഈ ഡയറക്ഷനിലേക്ക് വരുന്നു. ഈ 2 പ്ലേറ്റുകളും പരസ്പരം അടുത്തേക്ക് വരികയാണ്, കൺവേർജ് ചെയ്യുകയാണ് അല്ലെ? പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ. ഇങ്ങനെയുള്ള ഈ ഒരു ബൗണ്ടറിയെ, ഈ 2 പ്ലേറ്റ് ചേരുന്ന ഈ ഒരു ബൗണ്ടറിയെ വിളിക്കുന്ന പേരാണ് കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡൈവേർജന്റ് ബൗണ്ടറി എന്താണെന്ന് നോക്കാം. ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ബൗണ്ടറീസ് വേർ പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ. അതായത് ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് ഡൈവേർജന്റ് മാർജിൻ അല്ലെങ്കിൽ ഡൈവേർജന്റ് ബൗണ്ടറി
അല്ലെങ്കിൽ മലയാളത്തിൽ വിയോജക സീമ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ രണ്ട് പ്ലേറ്റ്സുകൾ പരസ്പരം അകന്നു പോവുകയാണ്. ഇവിടെ ആ ആരോ മാർക്ക് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഇവിടെ ഒരു പ്ലേറ്റ് ആ ഡയറക്ഷൻ, ഇവിടെ മറ്റൊരു പ്ലേറ്റ് ഈ ഒരു ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ഫലകങ്ങൾ പരസ്പരം അകന്നു പോവുകയാണ്. അപ്പൊ പരസ്പരം അകന്നു പോകുന്ന ഫലകങ്ങൾ അല്ലെങ്കിൽ പ്ലേറ്റ്സ് പരസ്പരം മൂവ് എവേ ഫ്രം ഈച്ച് അതർ, പരസ്പരം ദൂരേക്ക്, മൂവ് എവേ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രം ഈച്ച് അതർ, പരസ്പരം അകന്നു പോകുന്ന, ദൂരേക്ക് പോകുന്ന പ്ലേറ്റ് ബൗണ്ടറികളെ വിളിക്കുന്ന പേരാണ് ഡൈവേർജന്റ് ബൗണ്ടറി. അതേസമയം ട്രാൻസ്ഫോം ബൗണ്ടറിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബൗണ്ടറീസ് വെയർ പ്ലേറ്റ്സ് മൂവ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, അതായത് ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളാണ്. ഇവിടെ രണ്ട് ഫലകങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് പരസ്പരം എന്താണ് ചെയ്യുന്നത്? പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, രണ്ടും കൂടി സ്ലൈഡ് ചെയ്താണ് പോകുന്നത്. ഉരസി അങ്ങ് രണ്ട് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കിയേ, ഒരു പ്ലേറ്റ് ഈ ഡയറക്ഷനിലേക്ക് വരുന്നു, മറ്റൊരു പ്ലേറ്റ് ഈ ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകളും രണ്ട് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒരെണ്ണം ഒരു ഡയറക്ഷൻ, മറ്റൊന്ന് മറ്റൊരു ഡയറക്ഷൻ. പക്ഷെ അതെന്താണ്? അടുത്തേക്ക് വരികയോ അകലേക്ക് പോവുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. രണ്ടും കൂടി എന്താണ്? ഉരസി പോവുകയാണ്, സ്ലൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ബൗണ്ടറീസ് വെയർ പ്ലേറ്റ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ ആർ നോൺ ആസ് ട്രാൻസ്ഫോം ബൗണ്ടറി, അല്ലെങ്കിൽ ഛേദക സീമ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോം ബൗണ്ടറിക്ക് വേറൊരു പേരുണ്ട്, ഷിയർ ബൗണ്ടറി എന്ന് പറയും. അപ്പൊ ഇവിടെ പറയുന്നു, അപ്പൊ നമ്മൾ 3 തരം പ്ലേറ്റ് ബൗണ്ടറികൾ പറഞ്ഞു. പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ, പ്ലേറ്റ്സ് കൂടിച്ചേരുന്ന സ്ഥലങ്ങളാണ്. ഇനി ഹിമാലയസ് എങ്ങനെയാണ് ഫോം ചെയ്തതെന്നായിരുന്നു നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, റോക്ക് ലേയേഴ്സ് അലോങ് ദി കൺവേർജന്റ് ബൗണ്ടറി ഗെറ്റ് ഫോൾഡഡ് ഡ്യൂ ടു ദി കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ്. അതായത് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സുകളുടെ, ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് റോക്ക് ലേയേഴ്സ് എന്ത് ചെയ്യും? കൺവേർജന്റ് ബൗണ്ടറിയിൽ കാണപ്പെടുന്ന റോക്ക് ലേയേഴ്സ് ഫോൾഡ് ചെയ്യപ്പെടും. ദേ ഗെറ്റ് ഫോൾഡഡ്. എന്ത് കാരണം? ഡ്യൂ ടു ദി കംപ്രഷൻ ഓഫ് ലിത്തോസ്ഫിയർ പ്ലേറ്റ്സ്. അപ്പോൾ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കും? വലനം അല്ലെങ്കിൽ ഫോൾഡിങ് സംഭവിക്കുന്നു. അത് ഞാൻ നേരത്തെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ് അല്ലെ? രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തേക്ക്, ഇവിടെ ഒരു ഫലകം, ഇവിടെ ഒരു ഫലകം. അപ്പൊ ഈ രണ്ട് ഫലകങ്ങൾ പരസ്പരം അടുത്തേക്ക് വരികയാണ്. ഇതിന്റെ ഡയറക്ഷൻ ഓർക്കുക, ഇത് രണ്ടും പരസ്പരം അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൺവേർജന്റ് ബൗണ്ടറിയാണ്. കൺവേർജ് ചെയ്യുന്ന സമയത്ത് ഈ കൺവേർജന്റ് ബൗണ്ടറിയിൽ കാണപ്പെടുന്ന റോക്ക് ലേയേഴ്സ് എന്ത് ചെയ്യപ്പെടും? ഈ രണ്ട് സൈഡിൽ നിന്നുള്ള കംപ്രഷൻ കാരണം, ഒരു സൈഡിൽ നിന്നും കംപ്രഷൻ ഉണ്ട്, മറ്റൊരു സൈഡിൽ നിന്നും കംപ്രഷൻ ഉണ്ട്. അപ്പൊ ഈ കംപ്രഷൻ കാരണം ഈ രണ്ട് ബൗണ്ടറീസിന്റെയും ഇടയിലുള്ള ഈ ഒരു ഭാഗത്ത് വരുന്ന റോക്ക് ലേയേഴ്സ് എന്ത് ചെയ്യപ്പെടും? ഫോൾഡ് ചെയ്യപ്പെടും. അത് പ്രഷർ കാരണം വളയും. ഇതിങ്ങനെ വളയും, കണ്ടോ? ഇതിങ്ങനെ വളയും. വളഞ്ഞിട്ട് അതെന്തിന് കാരണമാകുന്നു? ഇങ്ങനെ വളഞ്ഞ് ഫോൾഡ് മൗണ്ടെയിൻസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോൾഡിങ് എന്ന് പറയുന്നത്, കേട്ടോ? ഈ ഒരു പ്രോസസ്സാണ് ഫോൾഡിങ്. ഒരു കൺവേർജന്റ് ബൗണ്ടറികളിലാണ് ഫോൾഡിങ് നടക്കുന്നത്. ആ ഒരു ഭാഗത്തായിരിക്കും മൗണ്ടെയിൻസ് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു മൗണ്ടെയിൻ ഫോം ചെയ്തു. ഓക്കെ, ഫോൾഡിങ്ങിന്റെ മലയാളം വലനം എന്നാണ്. അപ്പൊ ദിസ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടെയിൻസ്. ഇത് മടക്കു പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇപ്പൊ രണ്ട് ഫലകങ്ങൾ സംയോജക സീമയിൽ അല്ലെങ്കിൽ കൺവേർജന്റ് ബൗണ്ടറിയിൽ എത്തുന്ന സമയത്ത് അവിടുത്തെ റോക്ക് ലേയേഴ്സിന് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സിന്റെ കംപ്രഷൻ കാരണം റോക്ക് ലേയേഴ്സ് ഫോൾഡ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഫോൾഡ് ചെയ്യപ്പെട്ട് ഏത് മൗണ്ടെയിൻസ് ഉണ്ടാവുന്നു? ഫോൾഡ് മൗണ്ടെയിൻസ് അല്ലെങ്കിൽ മടക്കു പർവ്വതങ്ങൾ ഉണ്ടാവുന്നു. ഹിമാലയം അത്തരത്തിലുള്ള ഒരു മടക്കു പർവ്വതമാണ്. അപ്പൊ ഹിമാലയം ഏത് പ്രോസസ്സ് വഴിയാണ് ഉണ്ടായിട്ടുള്ളത്? ഹിമാലയം ഫോൾഡിങ് എന്ന പ്രോസസ്സ് വഴിയാണ്, അല്ലെങ്കിൽ വലനം വഴിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഹിമാലയം ഏതൊക്കെ പ്ലേറ്റ്സുകൾ കൺവേർജ് ചെയ്ത് ആണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദി പെനിസുലാർ ഇന്ത്യ ആൻഡ് ദി ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് വാസ് ലൊക്കേറ്റഡ് ഇൻ ദി സതേൺ ഹെമിസ്ഫിയർ അബൌട്ട് 150 to 160 മില്യൺ ഇയേഴ്സ് അഗോ. അതായത് ഏകദേശം 150-160 മില്യൺ ഇയേഴ്സ്, ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് ഏത് ഹെമിസ്ഫിയറിലായിരുന്നു? ഭൂമിയുടെ സതേൺ ഹെമിസ്ഫിയറിലായിരുന്നു സ്ഥിതി ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ഉത്തരാർദ്ധഗോളത്തിലാണ്. പക്ഷെ 150-160 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗം എവിടെയായിരുന്നു? സതേൺ ഹെമിസ്ഫിയറിലായിരുന്നു. 150-160 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഒരു ഭാഗം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു അല്ലെ? സതേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അപ്പൊ ആ ഒരു ഭാഗത്തിനെ, ആ ഒരു പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇന്ത്യൻ പ്ലേറ്റ്.
അപ്പൊ ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ദി പെനിസുലാർ ഇന്ത്യ ആൻഡ് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്. ഇന്ത്യൻ പ്ലേറ്റിൽ ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ഉപദ്വീപീയ ഇന്ത്യ, പെനിസുലാർ ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റും ചേർന്നതാണ്. ഇത് രണ്ടും, പെനിസുലാർ ഇന്ത്യയും ഓസ്ട്രേലിയൻ കോണ്ടിനെന്റും ചേർന്നതാണ് ഇന്ത്യൻ പ്ലേറ്റ്. അപ്പൊ ഇന്ത്യൻ പ്ലേറ്റ് 150-160 മില്യൺ വർഷങ്ങൾക്ക് മുൻപേ സദേൺ ഹെമിസ്ഫിയറിലായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു ഇതിന്? ഈ സദേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്ത നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് വടക്കോട്ട് നോർത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനത് വരച്ചു കാണിക്കുകയാണെങ്കിൽ ഇതിപ്പം ഇന്ത്യൻ പ്ലേറ്റ് ആണെന്ന് വെച്ചോ. ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? നോർത്തിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നോക്കിയേ, as it moved northwards and came close to the Eurasian plate. ഇന്ത്യൻ പ്ലേറ്റ് ആരുടെ അടുത്തേക്ക് വന്നു? ഇത് നോർത്ത് വേർഡ്സിലേക്ക് മൂവ് ചെയ്തിട്ട് കെയിം ക്ലോസ് ടു ദ യുറേഷ്യൻ പ്ലേറ്റ്. യുറേഷ്യൻ പ്ലേറ്റിന് അടുത്ത് ക്ലോസ് ആയിട്ട് ഇന്ത്യൻ പ്ലേറ്റ് വന്നു. അപ്പൊ ഇത് ഇന്ത്യൻ പ്ലേറ്റ് ആണ്. ഇന്ത്യൻ പ്ലേറ്റ്, ഇതിന്റെ മുകളിൽ ആരുണ്ട്? ഇതിന്റെ മുകളിൽ യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്. ഇതിന്റെ മുകളിൽ യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്. അത് വലിയൊരു പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഇന്ത്യൻ പ്ലേറ്റ് മൂവ് ചെയ്ത് നോർത്തിലേക്ക് മൂവ് ചെയ്ത് യുറേഷ്യൻ പ്ലേറ്റിന്റെ അടുത്തേക്ക് വരികയും അപ്പൊ അത് രണ്ടും കൂടി കൺവേർജ് ചെയ്യുകയാണ് അല്ലേ? രണ്ടും കൂടി കൂട്ടി മുട്ടുകയാണ്. അപ്പൊ അത് കൺവേർജന്റ് ബൗണ്ടറി ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈ കൺവേർജന്റ് ബൗണ്ടറിയിൽ ഇതിന്റെ ഇടയ്ക്ക്, ഈ രണ്ട് പ്ലേറ്റ്സിന്റെയും ഇടയ്ക്ക് ഒരു സീ ഉണ്ടായിരുന്നു. ഒരു സീ, ഒരു കടൽ. ആ കടലിന്റെ പേരാണ് ടെതിസ് സീ. ടെതിസ് സീ എന്നാണ് പറയുന്നത്. അതിന് ഞാൻ ടി എന്ന് ഇവിടെ കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ ടെതിസ് സീ ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ആരുണ്ട്? ടെതിസ് സീ ഉണ്ട്. അപ്പൊ ഈ ടെതിസ് സീ ബെഡിന് എന്ത് സംഭവിക്കുന്നു? രണ്ടും കൂടി അടുത്തേക്ക് വരുമ്പോൾ കംപ്രഷൻ കാരണം ടെതിസ് സീ ബെഡ് ആ ഒരു സമ്മർദ്ദം കാരണം എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നു, അപ്ലിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്ത് ഈ രണ്ട് പ്ലേറ്റ്സും കൂട്ടിയിടിക്കുന്ന ഭാഗത്ത് ടെതിസ് സീ അപ്ലിഫ്റ്റ് ചെയ്തുണ്ടായ മൗണ്ടെയിൻസ് ആണ് നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്താണ് ആര് ഫോം ചെയ്യുന്നത്? ഹിമാലയാസ്. ഈ ടെതിസ് സീ നിന്ന ഭാഗത്താണ് ഹിമാലയാസ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നോക്കിയേ, as it moved northwards and came close to the Eurasian plate, the Tethys seabed situated between the two land masses started uplifting. ഈ രണ്ട് ലാൻഡ് മാസിന്റെയും രണ്ട് പ്ലേറ്റിന്റെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്ത ടെതിസ് സീബെഡ് എന്ത് ചെയ്യപ്പെട്ടു? ഉയർന്ന് മുകളിലേക്ക് പൊങ്ങി. അപ്പൊ ടെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഫോൾഡിംഗ് ആണ് സംഭവിക്കുന്നത്. ഈ ടെതിസ് സീക്ക് അടിയിൽ പാറകളാണ് അല്ലെ? ആ പാറകൾക്കാണ് ഫോൾഡിങ് സംഭവിക്കുന്നത്. അങ്ങനെ ഫോൾഡ് ചെയ്ത് ഉയർന്നു പൊങ്ങി ആരുണ്ടായി? ഹിമാലയാസ് ഫോം ചെയ്തു. ഇവിടെ കൃത്യമായിട്ട് അതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഇന്ത്യൻ പ്ലേറ്റ് വരുന്നുണ്ട്, ഈ സൈഡിൽ ഇന്ത്യൻ പ്ലേറ്റ്, ഇപ്പുറ സൈഡിൽ യുറേഷ്യൻ പ്ലേറ്റ്. ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ആരുണ്ട്? ടെതിസ് സീ കാണപ്പെടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ടെതിസ് സീ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടെ ഫോൾഡിങ് സംഭവിക്കാൻ തുടങ്ങി. ഫോൾഡിങ് സംഭവിച്ച് അത് ഉയർന്നു പൊങ്ങി ആരായിട്ട് മാറി? നമ്മുടെ ഇന്നത്തെ ഹിമാലയാസ് അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻസ് ഉണ്ടായി എന്ന് പറയാം. അപ്പോൾ ഏത് പ്രോസസ്സാണ്? ഫോൾഡിംഗ് എന്ന പ്രോസസ്സ് വഴിയാണ് ഹിമാലയാസ് ഉണ്ടായിട്ടുള്ളത്. മാത്രവുമല്ല, കൺവേർജന്റ് ബൗണ്ടറീസിലാണ് ഹിമാലയാസ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് പ്ലേറ്റ് ബൗണ്ടറി വാസ് ദി ഹിമാലയാസ് ഫോംഡ്? അതായത് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലകാതിരിലാണ്? ഏത് തരം പ്ലേറ്റ് ബൗണ്ടറിയിലാണ്? കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറിയിലാണ് ഹിമാലയം ഫോം ചെയ്തിട്ടുള്ളത്. കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അത് ഏതൊക്കെ പ്ലേറ്റുകളാണ് കൺവേർജ് ചെയ്തിട്ടുള്ളത്? ഒരു സൈഡിൽ യുറേഷ്യൻ പ്ലേറ്റും മറ്റൊരു സൈഡിൽ ഇന്ത്യൻ പ്ലേറ്റും. അപ്പൊ ഈ രണ്ട് പ്ലേറ്റും കൺവേർജ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഹിമാലയാസ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറി എന്നാണ്. ഓൺ ദി റൂഫ് ഓഫ് ദി വേൾഡ് എന്ന ചാപ്റ്ററിന്റെ ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പൊ ഇനിയുള്ള ഭാഗങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.